കടമെടുപ്പ് പരിധി കൂട്ടണമെന്ന് സുപ്രീം കോടതിയിൽ സംസ്ഥാനം ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ശ്യാം ദേവരാജുണ്ട്. ശ്യാം, എന്താണ് സുപ്രീം കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ? കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് ചോദ്യം ചെയ്തുള്ള കേരളത്തിന്റെ ഹർജിയിൽ സുപ്രീംകോടതി വാദം കേൾക്കുകയാണ്. ഇടക്കാല ഉത്തരവിനാണ് സുപ്രീംകോടതി ഇതിന്മേൽ വാദം കേൾക്കുന്നത്. രാവിലെ 11 മണിയോടുകൂടിയാണ് കേരളത്തിന്റെ വാദം ആരംഭിച്ചത്. 2 മണിക്കൂറിലധികമായി കപിൽ സിബൽ വാദങ്ങൾ ഉയർത്തുകയാണ്. വ്യത്യസ്തമായ വാദങ്ങളാണ്. അതായത് കേരളത്തിന് ധനകാര്യ കമ്മീഷനാണ് കടമെടുപ്പ് പരിധി സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള വിദഗ്ധ സമിതി. ആ ശുപാർശ, ധനകാര്യ കമ്മീഷന്റെ ശുപാർശ നടപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്. കേന്ദ്ര സർക്കാരിന് ഇതിൽ പ്രത്യേകമായി തീരുമാനമെടുക്കാനാവില്ല എന്നാണ് കേരളം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ചും ഭരണഘടനാ വിധേയമായും കേരളത്തിന് കടമെടുക്കാനുള്ള അധികാരമുണ്ട്. 98% ആയിരുന്നു 1991 മുമ്പ് വരെ കേരളം കടമെടുത്തിരുന്നത്. പിന്നീട് ഇത് തുറന്ന വിപണിയിലേക്ക് വരുമ്പോൾ 2.98% ചുരുങ്ങുകയാണ് ചെയ്തത്. ഇപ്പോഴത് കേന്ദ്ര സർക്കാർ 3% താഴെയാക്കി കുറയ്ക്കുകയാണ് ചെയ്തതെന്നുമാണ് കേരളത്തിന്റെ വാദം. കടമെടുക്കുന്നത് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ മാത്രമല്ല, RBI ഉൾപ്പെടെയുള്ള ഏജൻസികളുണ്ട്. 98 ഇപ്പോഴത് മാത്രമല്ല, ഇത് കേരളത്തിന്റെ പ്രത്യേകമായ സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നും കേരളത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. അടിയന്തരമായി 14,000 കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ വാദവും. അധികം കടമെടുത്താൽ എന്ത് സംഭവിക്കും എന്നുകൂടി കേരളം വിശദീകരിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ഇത് ഒരു ചൂട് പലഹാരം പോലെ താഴെ ഇട്ടിട്ട് പെട്ടെന്ന് മറുപടി പറയാതെ പോകാനാവില്ല എന്നുമാണ് പറഞ്ഞത്. ഇക്കാര്യത്തിൽ വിശദമായ മറുപടി നൽകാം, വാദത്തിനിടയ്ക്ക് മറുപടി നൽകാമെന്ന് കപിൽ സിബൽ വ്യക്തമാക്കുകയും ചെയ്തു. കേരളത്തിൻ്റെത് പ്രത്യേക സാഹചര്യമാണ്. കേരളം ഒരു ഉൽപാദന സംസ്ഥാനമല്ല. പ്രത്യേകിച്ചും ഇവിടെ ഭൂമി തന്നെ വളരെ കുറവാണ്. അത് ഉള്ള ഭൂമിക്ക് തന്നെ വില വളരെ കൂടുതലുമാണ്. IT മേഖലയ്ക്കാണ് സംസ്ഥാനം കൂടുതലായി പ്രാധാന്യം നൽകുന്നത്. IT ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഉള്ളത്. മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടിയാണ് കേരളം കൂടുതൽ തുക ചെലവഴിക്കുന്നത്. അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാമെന്നും കൂടുതൽ ഉന്നതമായ തൊഴിൽ നേടാമെന്നും കേരളം കരുതുന്നു എന്നതുമാണ് വ്യക്തമാക്കി. അതുവഴിയാണ് കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച എന്നുമാണ് കേരളം വ്യക്തമാക്കുന്നത്. കേരളത്തിന്റെ വാദങ്ങളാണ് ഇപ്പോൾ ശ്യാം വിശദീകരിച്ചത്. കടമെടുപ്പ് പരിധിയിൽ സ്വാതന്ത്ര്യം നൽകണമെന്നാണ് സുപ്രീം കോടതിയിൽ കേരളം വാദിച്ചിരിക്കുന്നത്.